ലക്ഷ്മി മോളെ, കാർത്തികേ, കാശിനാഥേ, ശങ്കര. ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. കാരണം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും വർഷമായിട്ട് പിള്ളേരില്ലാഞ്ഞിട്ട് ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ഒത്തിരി ഞങ്ങൾ ചികിത്സകൾ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് അവസാനം ഇപ്പോഴാണ് ഇതിനൊക്കെ ഒരു ഇതായത്, സമയമായത്. അതിൽ ഞങ്ങൾ വളരെ സന്തോഷമാണ്. ഈ അമ്മ മനസ്സ് ഇരട്ടി സന്തോഷത്തിലാണ്. 15 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഒരു കുഞ്ഞു വേണമെന്ന പ്രസന്നകുമാരിയുടെയും സുരേഷിന്റെയും ആഗ്രഹം സഫലമാകുന്നത്. സന്തോഷമിരട്ടിയാക്കി ഇവർക്ക് കിട്ടിയത് 4 പൊന്നോമനകളെ. ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയോ നമ്മുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് നടന്നു. ഇനി മുന്നോട്ട് ആശുപത്രി ചിലവാണെങ്കിലും ഒത്തിരി പൈസയായി ഞങ്ങൾക്ക്. ഇതെല്ലാം കാരിത്താസ് ആശുപത്രിയുടെ അവിടുത്തെ അവരുടെ ഒരു ഇതുകൊണ്ട് അതും അങ്ങ് നടന്നുപോയി. ഇനി ഇവരുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ, അതാണ് ഞങ്ങൾക്ക് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. എന്ത് ചെയ്യും എന്നുള്ളത്. സന്തോഷത്തിന്റെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വലിയ ഒരു പ്രതിസന്ധിയെ കൂടിയാണ് ഈ ദമ്പതിമാർ നേരിടുന്നത്. സുരേഷിന് അപ്രതീക്ഷിതമായുണ്ടായ അപകടം ഇവരുടെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചു. ഇതോടെ ഭാരപ്പെട്ട ജോലികൾക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. 4 കുഞ്ഞുങ്ങളെ വളർത്തേണ്ട ഭാരിച്ച ഉത്തരവാദിത്വമുള്ളതിനാൽ സ്വകാര്യ ആശുപത്രിയിലുണ്ടായിരുന്ന ജോലിക്ക് പോകാൻ പ്രസന്നകുമാരിക്കും കഴിയില്ല. എല്ലാവരെയും വളർത്തിയെടുക്കണം. ഇതെല്ലാം ചെയ്ത് പോകാൻ ഒത്തിരി സാമ്പത്തിക ബാധ്യതകളെല്ലാം ഉണ്ട്. പിന്നെ മുന്നോട്ടും ഇതിൻ്റെ ബാക്കി എല്ലാം നോക്കണം. അതൊക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രശ്നം. അല്ലാതെ വേറൊന്നുമില്ല. എല്ലാവരുടെയും ഒരു സഹകരണം നമുക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ ചെലവിന് തന്നെ ലക്ഷങ്ങൾ ചിലവായി. ഇതിലൂടെ വലിയ കടബാധ്യതയും ഇവർക്കുണ്ട്. 4 പൊന്നോമനകളെന്ന അപൂർവ ഭാഗ്യം ലഭിച്ചെങ്കിലും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടു പോകാൻ സുമനസ്സുകൾ ഈ ദമ്പതിമാരെ സഹായിക്കുമെന്ന പ്രതീക്ഷയോടെ മാതൃഭൂമി ന്യൂസ്, കോട്ടയം.